ഇന്ന് നമ്മൾ ചേട്ടൻ്റെ സ്കിന്നിലാട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മളിന്നൊരു ഫുൾ ബോഡി ഒരു ടെക്നിക്കാണ് ചെയ്യണത് കേട്ടോ. നമുക്ക് ഫുൾ ബോഡി ഗ്ലോ ആയിട്ടിരിക്കാനും അതേപോലെ തന്നെ ഫുൾ ബോഡി നല്ല ബ്രൈറ്റ് ആവാനും പിന്നെ നമുക്ക് ആ ഒരു ടാനൊക്കെ ഉണ്ടെങ്കിൽ മാറാനും കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ് നമ്മൾ പുറത്തിരുന്നാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് പല തരത്തിലായിരിക്കും, ഒരേ ലൈറ്റ് ആയിരിക്കില്ല എപ്പോഴും വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യുക, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പുറത്തിരുന്ന് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം കേട്ടോ. ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് കാണാൻ പോണത് ഇതൊരു സൂപ്പർബായിട്ടുള്ള ഒരു ബോഡി കെയർ ആണ്. അതായത് ഡയമണ്ട് ബോഡി പോളിഷ് ആട്ടോ നമ്മളിന്ന് കാണാൻ പോണത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡയമണ്ട് ഫേഷ്യൽ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ DIY ഡയമണ്ട് ഫേഷ്യൽ. അപ്പോൾ എല്ലാവരും കുറേ പേര് ചെയ്തിട്ട് നല്ല റിസൾട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് താങ്ക് യു സോ മച്ച്. നമുക്ക് റിസൾട്ട് തന്നവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ അവർക്ക് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് അവർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് കാണാൻ പോണത് ഡയമണ്ട് ബോഡി പോളിഷ് ആട്ടോ. അതായത് നമുക്ക് ആ ഒരു ഗ്ലോ അതുപോലെ തന്നെ ബ്രൈറ്റനിങ് ഒക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും. നമ്മളിത് വീക്കിലി വൺസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡി പോളിഷ് ആട്ടോ. നമുക്ക് നമ്മുടെ ഒരു ഡെയിലി റുട്ടീനിൽ നമുക്ക് വീക്കിലി വൺസ് ചെയ്യാൻ പറ്റും. നമുക്ക് വളരെ ഈസി ആയിട്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാനല്ല ചെയ്യണത്, നമ്മുടെ ചേട്ടനെ ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്, ഒന്ന് വരുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ആള് ഇന്നിവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അമ്മ ഇവിടെ ഇല്ല, അമ്മയും എല്ലാവരും പോയി. എനിക്കിപ്പോൾ ഞാനും ചേട്ടനും മോളും 2 മക്കളും തന്നെയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഉണ്ണിയാ നമ്മുടെ പാർട്ടിയിൽ നോക്കലും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും വലിയ കുഴപ്പമില്ല. ആള് കുറച്ചൊന്നും മുതിർന്നുല്ലോ, അതായത് തീരെ പൊടി ആ ഒരു ഇതിൽ നിന്ന് കുറച്ച് വ്യത്യാസം വന്നുല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ ആളുടെ റുട്ടീനൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ചേട്ടൻ കുറച്ച് ഹെൽപ്പിങ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു ഒന്ന് വരുമെന്ന് വെച്ചപ്പോൾ ആള് പറഞ്ഞു ഓക്കെ. അപ്പോൾ എല്ലാവർക്കും താല്പര്യം അങ്ങനെയാണ്, അതായത് എൻ്റെ സ്കിന്നിൽ കാണിക്കുമ്പോൾ അങ്ങനെ ഒന്നും മനസ്സിലാവില്ല എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഞാൻ ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആളുടെ എന്ന് പറഞ്ഞാൽ ബോഡി ആളുടെ കൈയും കാലും അങ്ങനെ നമ്മുടെ പോലെ അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ റുട്ടീനായി ഇങ്ങനെ കെയർ ചെയ്യുന്ന ആളൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് റിസൾട്ട് വേഗം കാണുകയും ചെയ്യാം, മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ നമ്മളെ ചേട്ടനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ചെയ്ത് കാണിക്കാം. നല്ല അടിപൊളി ബോഡി പോളിഷ് ആണ് കേട്ടോ. നമുക്ക് ഈ ഡയമണ്ട്, അതായത് നമുക്ക് ആ ഒരു ഡയമണ്ട് മാതിരി തിളങ്ങാന്നൊക്കെ പറയാം. അപ്പൊ അതുപോലെ തിളക്കം കിട്ടണ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുന്നതായിട്ടുള്ള കേട്ടോ. അപ്പൊ നമുക്ക് ഇപ്പോൾ ഈ സമ്മർ സീസണൊക്കെ ആണ്. അപ്പൊ നമുക്ക് വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആണ് ഈ ഒരു സംഭവം. പിന്നെ വീട്ടിൽ കിട്ടുന്ന നമ്മുടെ DIY തന്നെയാണ്, DIY ഡയമണ്ട് ബോഡി പോളിഷ് ആണ് നമ്മളിന്ന് കാണുന്നത്. വളരെ ഈസിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോ നമ്മുടെ എന്താ പറയാ ആ ഒരു സംഭവം നമ്മൾ കാലുമ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മള് കല്യാണം കഴിഞ്ഞാ കാല് കെട്ടി, ഉണ്ണി ഉണ്ടായി കഴിഞ്ഞാ വായ കെട്ടി. അല്ല, അപ്പൊ നമ്മള് ഇന്ന് നമ്മുടെ ആ ഒരു സംഭവം ചെയ്യണത് ഇവിടെ താഴത്താ ചെയ്യണത്. കാരണം ഇവിടെ ഇപ്പൊ ഞാനും ചേട്ടനേ ഉള്ളൂ, അമ്മയൊക്കെ പോയി. അപ്പൊ പാറുട്ടി ഇവിടെ നല്ല ഉറക്കാം. അപ്പൊ നമ്മള് മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അറിയില്ല ഇരിക്കണത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് ചെയ്യാന്ന് വിചാരിച്ചു. ഇപ്പൊ ലൈറ്റ് ഒക്കെ എന്തോരം കിട്ടുന്ന അറിയില്ല. പുറത്തത്തെ ലൈറ്റ് നമുക്ക് അറിയാലോ, നമ്മുടെ വീടിന്റെ ഫ്രണ്ടാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന ലൈറ്റിൽ നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പൊ എന്തായാലും ലൈറ്റ് ഉണ്ട് തോന്നുന്നുണ്ട് ഞങ്ങക്ക്. ഞാൻ കുറച്ച് ക്യാമറ കൊണ്ട് ദൂരെ വെച്ചാൽ കാണില്ല എങ്ങനെയാന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ നല്ല വെയിലുണ്ട്, അതെ. അപ്പോ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നല്ല ഈസി ആയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടാൻ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബിഫോർ. നമ്മൾ ഒരു കാലം ചെയ്യാമെന്ന് വിചാരിച്ചു, അപ്പോഴല്ലേ നമുക്ക് ആ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു വീക്കിലി വൺസ് ഒക്കെ ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കാലം ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ കാല് കഴുകുക എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ ഇപ്പോൾ നമ്മൾ പുറത്ത് ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു നിലമുണ്ടല്ലോ അങ്ങനെ വഴുക്കണം അതിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം താഴത്തൊക്കെ പോയാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം അങ്ങനെ കോരൊഴിച്ചില്ല, കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ചൂടുവെള്ളം കൊണ്ട് ഇങ്ങനെ തുടച്ചു കേട്ടോ. നിങ്ങളിങ്ങനെ നന്നായിട്ട് കഴുകി എടുത്താൽ മതി. അടുത്ത നമ്മളൊരു ഓയിലിംഗ് ആണ് ചെയ്യേണ്ടത്. ഫുൾ ബോഡി നമ്മൾ ഒന്ന് ഓയിൽ, ഫുൾ ബോഡി ഇടണമെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. ഞാനിവിടെ കാലുമ കാണിക്കുന്നതുകൊണ്ട് കാലുമയാണ് നമ്മൾ ഈ ഓയിൽ. അപ്പോൾ നിരാസർബ്സിൻ്റെ സ്കിൻ കെയർ ഓയിലാണ്. അപ്പോൾ നമ്മൾ കുറച്ചെടുത്തിട്ട് ഏത് ഓയിൽ വേണമെങ്കിൽ എടുക്കാം. കോക്കനട്ട് ഓയിലോ ഒലിവ് ഓയിലോ അതുപോലെ തന്നെ ആൽമണ്ട് ഓയിൽ, അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം. സാധാരണ നിങ്ങൾ എന്താണ് ഉപയോഗിക്കുക അതെടുക്കാം. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യണം. കുറച്ചധികം നേരം തന്നെ നമ്മൾ മസാജ് ചെയ്യണം. നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് രക്തോട്ടം വർദ്ധിച്ച് നമുക്ക് ആ ഒരു സ്കിന്നൊക്കെ നല്ലൊരു നീറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഒരു റെഡ് കളർ എണ്ണ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കാലിന് ഡള്ളായ മാതിരി ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഇടാണെങ്കിലും അതെ നമുക്കൊന്ന് ഡള്ളായ മാതിരി ഫീൽ ചെയ്യും കേട്ടോ. നമുക്ക് കണ്ടില്ലേ ഇപ്പോൾ 2 കാലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാല് റെഡ് എണ്ണ ആയതുകൊണ്ട് കുറച്ചും കൂടി ഡള്ളാവുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ല. നമ്മൾ സാധാരണ എണ്ണയാണെങ്കിൽ അത് തോന്നില്ല, എന്നാലും എണ്ണ ഇടുമ്പോൾ ഒന്ന് ഡള്ളാവും. പക്ഷെ അത് നമ്മൾ നീറ്റാക്കി കഴിഞ്ഞാൽ ശരിയാവും. അതിനൊക്കെ മറ്റേ കാരണമൊക്കെ നല്ല ബ്രൈറ്റ് ആവും കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ മസാജ് ചെയ്തിട്ട് ഒന്ന് തിരുമ്പി നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്നിട്ട് അതിന് ശേഷമാണ് നമ്മുടെ ബോഡി പോളിഷിങ്, ഡയമണ്ട് ബോഡി പോളിഷ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെന്നിട്ട് സംഭവം എന്നറിയോ, ഇത് സംഭവം തൈരാണ്. ഇത് നമ്മൾ അറിയാണ്ട് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചു.
അപ്പോൾ ഇതിങ്ങനെ കട്ട പിടിച്ചിങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് കിടക്കുന്ന തൈര്. അപ്പോൾ എത്ര അളവുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ നമുക്ക് വേണ്ടത് അതിലേക്ക് നമ്മുടെ പൊട്ടറ്റോ ആണ്, അതായത് ഒരു പൊട്ടറ്റോൻ്റെ പകുതി പീസ്. അപ്പോൾ ഈ പൊട്ടറ്റോ അത് ഉരുളക്കിഴങ്ങ് നമ്മൾക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം അങ്ങനെ തന്നെ പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ, ജ്യൂസ് ആക്കണ്ട. കാരണം ഓൾറെഡി നമ്മൾ തൈര് എടുത്തുകൊണ്ട് ഭയങ്കര വെള്ളം പോലെയാവും. അപ്പോൾ ഞാനിവിടെ അരച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അത് അങ്ങനെ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ തൈരും പൊട്ടറ്റോ നല്ല ബ്ലീച്ചിങ് ഏജൻ്റ് ആണ്, നമുക്ക് പെട്ടെന്ന് തന്നെ സ്കിന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, ടാനൊക്കെ മാറും. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് പിന്നെ പഞ്ചസാരയാണ്. നമുക്ക് നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആണ് പഞ്ചസാര, നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് മാറും. അപ്പോൾ 2 സ്പൂൺ പഞ്ചസാര എടുക്കാം. ഈ പഞ്ചസാര നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ, നമ്മൾ എക്സ്ഫോളിയേഷൻ ചെയ്യാൻ പോകില്ല അവിടെ. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഓയിൽ, അതായത് ഞാനിപ്പോൾ ഒരു ആൽമണ്ട് ഓയിൽ എടുത്തിരിക്കണം, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾ നോർമലായിട്ട് ഇപ്പോൾ നിലാസെറപ്സിൻ്റെ ഓയിൽ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. 2 തുള്ളി കുറച്ചൊന്ന് ആഡ് ചെയ്യുക. അതിനുശേഷം സ്കിന്ന് നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വീറ്റ് പൗഡർ, അതായത് ഗോതമ്പ് പൊടി ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ തൈരിൻ്റെ അളവറിയാത്തതുകൊണ്ട് കട്ട് ചെയ്തുകൊണ്ട് തൈര് വല്ലാണ്ട് മെൽട്ടായപ്പോൾ ലൂസായി. ശരിക്കും നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഇടേണ്ടതായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു എണ്ണ ഇട്ട കാലുമ്പോൾ തന്നെ നമുക്കിത് അപ്ലൈ ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം വെക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ലൂസ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ അധികം ഇരിക്കുന്നില്ല, കുറച്ചും കൂടി തിക്കായും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഗോതമ്പൊടി കൂടുതൽ ചേർക്കുമ്പോൾ നമുക്ക് ആ റിസൾട്ട് കുറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ ആഡ് ചെയ്യാൻ പോയില്ല. എന്നിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വെക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുക. നമ്മുടെ കൈയും കാലൊക്കെ നല്ല ബ്രൈറ്റ് ആവും, പിന്നെ നമുക്ക് നല്ല ഗ്ലോയി ആവും. ഫുൾ ബോഡി നമുക്ക് തേച്ച് കുളിക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അതിന് ശേഷം നമുക്ക് കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും ലൂഫ മാതിരിയുള്ള സംഭവം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പതുക്കെ മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ബോഡി സ്ക്രബ് ചെയ്യുന്ന ഒരു ഗ്ലൗസ് ആണ്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, ആമസോണിൽ നമ്മുടെ ഉണ്ട്. ഞങ്ങളൊക്കെ ഇങ്ങനെ വീക്കിലി വൺസ് ഇത് വെച്ച് സ്ക്രബ് ചെയ്യും. നമ്മുടെ ബാത്റൂമിൽ ഇങ്ങനെ കൊളത്തിടാൻ പറ്റും, അങ്ങനെ കൊളത്തിടണ്ട. അപ്പോൾ ഞാൻ എടുത്തു കൊടുത്തിട്ട് ഇപ്പോൾ എന്താ സംഭവം ഉണ്ടായെന്നറിയോ, എൻ്റെ കൈയാണ് ക്യാമറ ഫോക്കസ് ചെയ്യണം, ഞാനിതൊന്നും അറിയുന്നില്ല. ഞാൻ നിന്നിങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ അതന്നെ ഇട്ടു ക്യാമറ. എന്തായാലും ഞാനത് കട്ട് ചെയ്യാൻ പോയില്ല, കാരണം വെച്ചാൽ നമ്മളിനി വേറെ എന്തെങ്കിലും ചെയ്ത് എഡിറ്റ് ചെയ്തു എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളിതേ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ആ ഒരു ഗ്ലൗസ് നമ്മൾ മാറ്റി വെച്ചു. അതിനുശേഷം നമ്മുടെ ഈ ഒരു വെള്ളം എടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കൈയാണ് ക്യാമറയ്ക്ക് ഇഷ്ടമായി തോന്നുന്നുണ്ട്, കാരണം ക്യാമറ അത് മാത്രമേ പിടിക്കുന്നു. ഞാനത് അറിഞ്ഞില്ല സംഭവം. ഇതൊക്കെ ചെയ്ത് കണ്ടാൽ നോക്കുമ്പോഴാണ് അയ്യോ ഇങ്ങനെ ഉണ്ടായിരുന്നു വിചാരിച്ച്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ചേട്ടൻ എനിക്ക് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഈ കാലം നീ നന്നാക്കി എടുത്തപ്പോൾ അപ്പത്തെ കാലം ആരും ചെയ്യാമെന്ന്. എനിക്കൊന്നും നമുക്ക് നേരമില്ല, നമ്മുടെ പാറുക്ക് നല്ല ഉറങ്ങണ നേരത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കാല് അവിടെ നിന്ന് മാറ്റി അവിടെ താഴെയൊക്കെ കുറച്ച് പോയിരുന്നു. അപ്പോൾ അതൊക്കെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്തു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ തൈരൊക്കെ ഉള്ള കാരണം ഈച്ച വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതങ്ങനെ തുടച്ചെടുത്തു. അപ്പോൾ അതേ നമുക്ക് നോക്കാം, നമ്മുടെ 2 കാലം വെച്ച് നോക്കി അറിയാൻ പറ്റും. പുറത്തിരുന്ന് ചെയ്യുന്നതുകൊണ്ട് തന്നെ യാതൊരു ലൈറ്റും ഇല്ല. പിന്നെ ചില സമയത്ത് ലൈറ്റ് ഡിമ്മാവും, ചില സമയത്ത് ലൈറ്റ് നന്നായിട്ട് വരും. മഴക്കാരൊക്കെ ഉണ്ട്, ചില സമയത്ത് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മിക്സിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല അടിപൊളിയായിട്ട് നല്ല ഗ്ലോ, അതുപോലെ തന്നെ നല്ല റിസൾട്ട് ഉണ്ട്. കാല് കണ്ടില്ല, 2 കാലം തമ്മിൽ. ചേട്ടനാണെങ്കിൽ ഒന്നും ചെയ്യാത്ത ഒരാളാണ്, അപ്പോൾ ആളുടെ കാലം നല്ല വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ കാലം പ്രത്യേകിച്ച് സ്ക്രബിങ്ങും സാധാരണ നമ്മൾ കുളിക്കുന്ന മാതിരി കുളിച്ച് പോലെ ചെയ്യുള്ളൂ, നമ്മളെ പോലെ അങ്ങനെ പ്രത്യേകിച്ച് സ്കാരിങ്ങും ചെയ്യണില്ല. അപ്പോൾ ആ ഒരു റിസൾട്ട് അതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ടവൽ എടുത്തിട്ട് ഒന്ന് ഒപ്പി കൊടുക്കുക. അങ്ങനെ ഒപ്പിയെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം. മോയ്സ്ചറൈസിങ് സൂപ്പറാണ് നമ്മൾ ചെയ്തത്, നമ്മുടെ ബോഡി നന്നായിട്ട് അതിനെ നമുക്ക് ആ റിസൾട്ട് തരും കേട്ടോ. കുളി കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക, നേരെ മോയ്സ്ചറൈസ് ചെയ്യുക. അത് നല്ല അടിപൊളി റിസൾട്ട് തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്തിട്ട് അതിന് ശേഷം നിലാസെറപ്സിൻ്റെ നമ്മുടെ നേച്ചുറലിച്ച് ഹെർബൽ ബോഡി ലോഷനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു കുറച്ചെടുത്തിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്ത് നന്നായിട്ടൊന്ന് നമ്മുടെ ബോഡിയിൽ നന്നായിട്ട്. അപ്പോൾ നമ്മുടെ ടിപ്പ് വന്നിട്ട് എന്നിട്ട് ഇവർ ചെയ്യണമെന്ന് മണപ്പിക്കാൻ വന്ന് നോക്കി. അപ്പോൾ ഞാൻ മണപ്പിച്ചു കൊടുത്തു. അപ്പോൾ ആൾക്ക് മനസ്സിലായി തിന്നുന്ന സാധനമല്ല വേറെ എന്താണെന്ന്. അപ്പോൾ ഇത്തിരി സ്നേഹം കൂടാൻ വന്നിട്ട് അപ്പോൾ അവനെ ഞങ്ങൾ ഓടിപ്പിച്ചു, കാരണം ക്യാമറ തട്ടിയിടും ചിലപ്പോഴേ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കാല് നല്ല ഗ്ലോ ആയിട്ടിരിക്കും, നല്ല ബ്രൈറ്റ്, പെട്ടെന്ന് തന്നെ ടാനൊക്കെ മാറി നല്ല അടിപൊളി. നമ്മുടെ ചേട്ടന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു തിളക്കവും അതുപോലെ നല്ല സോഫ്റ്റ് ഒക്കെ ആവും കേട്ടോ ചെയ്താൽ. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കണ്ടില്ലേ, നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക, നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്കിങ്ങനെ ഇപ്പോൾ ഈ ചൂടൊക്കെ അല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഇങ്ങനെ ബോഡി പാർട്സിൽ മെയിനായിട്ട് കറുക്കുക, കൈയും കാലും അതുപോലെ മുഖം, അതുപോലെ നമ്മുടെ അതെ നല്ല മോയ്സ്ചറൈസറും ആയിട്ടുണ്ട് കൈയും നമ്മുടെ കാല്. അപ്പോൾ അവിടെ ആ ഭാഗങ്ങളായിരിക്കും, അതായത് സൂര്യപ്രകാശം നേരിട്ട് തട്ടുന്ന ഭാഗങ്ങളെ. അപ്പം അങ്ങനെയുള്ളടത്ത് ചെയ്യാൻ നല്ലതാണ്. അപ്പം നമുക്ക് ആ നല്ല റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിങ്ങനെ 2 കാലം വയ്ക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഇതുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ഉണ്ട്. ടാനൊക്കെ പോയിട്ട് നല്ല ഒരു കുറച്ച് ബ്രൈറ്റനിങ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കാം കേട്ടോ.